ഞാൻ പണ്ടേ എൻ്റെ മാനിഫെസ്റ്റോ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റെന്തും ഞാൻ സഹിക്കും, മതേതരത്വം തകരാൻ അല്ലെങ്കിൽ തകരും എന്നുള്ളൊരു സിറ്റുവേഷൻ അത് ഞാൻ സഹിക്കുകയില്ല. ഞാൻ ശക്തമായിട്ട് പ്രതിഷേധിക്കും. മതേതര മൂല്യങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ, ഇതൊക്കെ എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ സംരക്ഷിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. നിങ്ങളുടെ കൂട്ടത്തിലും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുണ്ട് എന്നെനിക്കറിയാം. കാരണം നമ്മൾ ആരെങ്കിലും ഇത് താഴെ വെച്ച് കഴിഞ്ഞാൽ പോയില്ലേ. അപ്പോൾ നമ്മുടെ കോടതികൾ തന്നെ അതിനെതിരെ പ്രവർത്തിച്ചാലോ. അങ്ങനെ അടുത്ത കാലത്ത് കേരള ഹൈക്കോടതിയിൽ നിന്നൊരു വിധിയുണ്ടായി. ജസ്റ്റിസ് ജി ഗിരീഷ് അദ്ദേഹത്തിൻ്റെ വിധിയാണ്. എന്താ കേസെന്നറിയാമോ? ജൂലൈ 14 വിധി. ജൂലൈ 14, 2026. കേസ് എന്താണെന്ന് വെച്ചാൽ, അഭിമന്യു എന്ന് പറഞ്ഞൊരു ചെറുക്കന് ഒരു 8 വർഷം മുമ്പ് മഹാരാജാസ് കോളേജിൽ കുറച്ച് പേര് ചേർന്ന് കത്തി വീശിയപ്പോൾ ഓർക്കാതെ ആ ചെറുക്കന് കൊണ്ടു അവൻ മരിച്ചുപോയി. ഇതാണ് ഇത്ര വലിയ കാര്യം? ഇതെന്താ ഇത്ര വലിയ കാര്യം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കത്തി വീശിയവർ അവൻ്റെ നേർക്കായിട്ട് വീശിയതല്ല, വീശിപ്പോയി, അപ്പോൾ കൊണ്ടുപോയി. ഇതാണ് സംഭവം. കാരണം അവർ മതേതരവാദികളാണ്. ഈ കേസുമായിട്ട് ഹൈക്കോടതിയിൽ വന്നത് മുഹമ്മദ് JI, 29 വയസ്സ്, ഒന്നാം തരം മതേതരവാദിയാണ്. അഡ്രസ്സൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ അത് വായിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമത്തത് ആരിഫ് ബിൻ സലീം, 33 വയസ്സ്. 29, 33 ഇതൊക്കെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ? മഹാരാജാസ് കോളേജിൽ മതേതരവാദിയാണോ എന്നുള്ളതാണ് നോട്ടം. പ്രായം നമ്മൾ നോക്കണ്ട. ബിലാൽ സജി, 26 വയസ്സ്. ഫറൂഖ് അമാനി, 27 വയസ്സ്. ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് ഈ പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഇപ്പോൾ ഇല്ലല്ലോ, പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പഠിച്ച് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ PhD ഇതിനൊക്കെ അതുകൊണ്ടാണ് ഈ 33 വയസ്സൊക്കെ. റജീബ് PM, 33 വയസ്സ്. ഇങ്ങനെയുള്ള 5 പേരാണ് ഒരു വിചിത്രമായ ആവശ്യവുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. വിചിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ വിപരീതാർത്ഥത്തിൽ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ സാമാന്യമായിട്ട് കൊടുക്കേണ്ട കേസുകളാണ്. ഹൈക്കോടതി ഇത് അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. ഇവരുടെ കേസ് എന്താണ് എന്ന് നമുക്ക് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ഹൈക്കോടതി പറയുന്നത്, ദ എഫോർസെഡ് കേസ് റിലേറ്റ്സ് ടു എ ബിസാർ ഇൻസിഡൻറ്റ് ഓഫ് ക്യാമ്പസ് വയലൻസ് ഇൻ വിച്ച് എ ഡിഗ്രി സ്റ്റുഡൻറ്റ് ബിലോ ദ ഏജ് ഓഫ് 20, അഭിമന്യുവിൻ്റെ ഏജ് 20 താഴെ, അഭിമന്യുവിനെ കുത്തിക്കൊന്നവരുടെ ഏജ് 33, 26, 29, 27 ഒക്കെ, വാസ് സ്റ്റാബ്ഡ് ടു ഡെത്ത് ഇൻ ദ wee hours ഓഫ് 2/7/2018. അപ്പോൾ 8 വർഷം, കൃത്യം 8 വർഷം കഴിഞ്ഞ് കുറച്ച് ദിവസമായി. wee hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു വെളുപ്പാങ്കാലത്ത് ആണ് അഭിമന്യുവിനെ കൊല്ലുന്നത്. അറ്റ് ദ റിയർ സൈഡ് ഓഫ് ദ റിനൗണ്ട് ഗവൺമെൻറ് കോളേജ് ഇൻ എറണാകുളം. എറണാകുളത്തെ മഹാരാജാസ് കോളേജിൻ്റെ വലിയ പേര് കേട്ട കോളേജാണ്. മഹാരാജകീയം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ മുൻ വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് വലിയ സമ്മേളനങ്ങളൊക്കെ നടത്താറുണ്ട്. കേരളത്തിലെ ഏകദേശം എല്ലാ മഹാന്മാരും മഹാരാജാസ് കോളേജിൽ പഠിച്ചവരാണ്, അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിൽ പഠിച്ചവരാണ് മഹാന്മാരായത് എന്നും 2 രീതിയിൽ പറയാം. അക്കോർഡിംഗ് ടു ദ പ്രോസിക്യൂഷൻ, ദ പെറ്റീഷണേഴ്സ് ഹിയറിൻ എലോങ് വിത്ത് 11 others, ഈ 5 പേരല്ലാതെ വേറെ 11 മതേതരന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ മതേതരന്മാരായിരിക്കണം. കാരണം ക്യാമ്പസ് ഫ്രണ്ടുകാരാണ്. അപ്പം മതേതരവാദികളാകാനല്ലേ വഴിയുള്ളൂ. ഹാഡ് മൗണ്ടഡ് ഫിസിക്കൽ അസോൾട്ട് അപ്പോൺ ദ വിക്ടിം pursuant to a dispute pertaining to making, wall writing, promoting the students' organization to which the victim and the assailants were activists. വിക്ടിംമാർ അഭിമന്യു. അയാൾ വാൾ റൈറ്റിംഗ്, ഭിത്തിയിൽ എഴുതാനൊക്കെ ആയിട്ട് കശാപിശ ഉണ്ടാക്കിയത്. ഇവർ ക്യാമ്പസ് ഫ്രണ്ടുകാർ,
ഇവരും വിദ്യാർത്ഥികളാണ്. ഇവർ PhD-കാരാണെന്നേ ഉള്ളൂ. മറ്റവന് 20 വയസ്സേ ഉള്ളൂ. അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. അവനൊരു ബഹുമാനമൊക്കെ വേണ്ടേ ഇവരോട്? ഈ ബഹുമാനം കാണിച്ചില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് മതേതരത്വത്തിൻ്റെ അടിസ്ഥാന തത്വം. അതാദ്യം മനസ്സിലാക്കണം. ന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ നമ്മൾ തോർത്ത് അരയിൽ കെട്ടണം, ഓച്ചാനിക്കണം, വഴിമാറിക്കൊടുക്കണം. ഇതൊക്കെ ഭരണഘടനാദത്തമായ അവരുടെ അവകാശങ്ങളാണ്. ഇതൊന്നും പാലിക്കാതെ ഈ ഇന്ത്യയിൽ ജീവിക്കാം എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളും കുത്തുമേടിച്ച് ചത്തുപോകും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആസ് പെർ ദ പ്രോസിക്യൂഷൻ കേസ് ദ അക്യൂസ് നമ്പർ 1 to 16 16 പേരുണ്ടായിരുന്നു. അതിൽ 5 പേരാണ് ഈ കേസുമായിട്ട് വന്നിരിക്കുന്നത്. 16 പേര്. 11 പേര് വേറെയുണ്ട്. അവരും ഇതുപോലത്തെ കേസ് ഫയൽ ചെയ്തോ എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ ഹൈക്കോടതി വെബ്സൈറ്റിൽ നിന്നൊരു പ്രത്യേക പേരിലുള്ള കേസൊക്കെ തപ്പിയെടുക്കാൻ വലിയ പ്രയാസമാണ്. ഒരു ഊഹമൊക്കെ വെച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു കേസായിരിക്കും, അങ്ങനെയൊക്കെ വരും. ഏതായാലും ഇതിപ്പോൾ 14-ാം തീയതി ആയതുകൊണ്ട് ഫ്രഷ് ആയതുകൊണ്ട് എനിക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടി. 13 പേജുള്ള ജഡ്ജ്മെൻറ്റാണ് ജസ്റ്റിസ് ഗിരീഷിൻ്റെ. അപ്പോൾ 1 മുതൽ 16 വരെയുള്ള കുറ്റാരോപിതർ ഹൂ വെയർ ദ ആക്ടിവിസ്റ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ ബൈ നെയിം ക്യാമ്പസ് ഫ്രണ്ട്. ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ് അവർ, വിദ്യാർത്ഥികളാണ്. വിച്ച് വാസ് നോട്ട് ദെയർ ഇൻ ദാറ്റ് കോളേജ് ടിൽ ദെൻ. അന്ന് വരെ ആ കോളേജിൽ ക്യാമ്പസ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. They hatched a criminal conspiracy to unleash terror and violence in the campus to facilitate their entry into that college. അവർ ഭീതി പരത്താനും അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കാനും അതിലൂടെ തങ്ങളുടെ മാസ് എൻട്രി കോളേജിൽ നടത്താനും തീരുമാനിച്ചു. അത് നടപ്പിലാക്കിയത് വെളുപ്പാങ്കാലത്തായിപ്പോയി എന്നേ ഉള്ളൂ. കാരണം വെളുപ്പാങ്കാലത്ത് എല്ലാം ശാന്തമായിട്ടിരിക്കുമ്പോഴാണല്ലോ നമുക്കൊരു നല്ല കാര്യം ചെയ്യാനുള്ള സമയം. ഇതാണ് ഇവർ ചെയ്ത കുറ്റമായിട്ട് കോടതി പറഞ്ഞു. ഇന്ത്യൻ കോടതികൾ മൊത്തം തന്നെ മതേതരവാദികൾക്ക് എതിരായി വരുന്നു എന്നുള്ളത് ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചു. അതിൻ്റെ അടയാളമാണ് ഈ ന്യൂനപക്ഷ വിരുദ്ധമായ കേരള ഹൈക്കോടതിയുടെ ഈ വിധി. മനസ്സിലായോ? ഈ ന്യൂനപക്ഷങ്ങൾ കൊന്നതോ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടന്മാരുടെ അഖില കേരള സംഘടനയായ SFI അല്ല, അഖിലേന്ത്യാ സംഘടന അതുമല്ല, കാശ്മീർ ഒഴിച്ചുള്ള അഖിലേന്ത്യാ സംഘടന. കാശ്മീരിൽ KSFI ആണ്, കാശ്മീർ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അതെന്തോ അതോ SFK ആണോ, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് കാശ്മീർ, എന്തു ആകാം. അതൊക്കെ MA ബേബി തീരുമാനിക്കുന്ന പോലെ അതിൻ്റെ മുറയ്ക്കങ്ങ് നടക്കും. അപ്പോൾ അങ്ങനെ SFIക്കാരെ ഇവർ ആക്രമിച്ചു, ക്യാമ്പസ് ഫ്രണ്ട് ആക്രമിച്ചു. ഇതാണ് കേസ്. അപ്പോൾ ഈ കേസിൽ 1 മുതൽ 16 വരെയുള്ളവർ ഈ കത്തിക്കുത്തിൽ ഏർപ്പെട്ടവരും, കത്തിക്കുത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഈ കുത്തുമ്പോൾ ഇപ്പോൾ വാരിയെല്ലിനിടയ്ക്കിലോട്ട് കത്തി കയറിപ്പോയി എന്ത് ചെയ്യും? കത്തിയല്ലേ, അതിന് വല്ല ബുദ്ധിയുണ്ടോ? അതങ്ങ് കയറി ഇവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത് കയറുന്നത്. എടാ കയറല്ലേ കയറല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ കത്തിക്ക് അനുസരണയുള്ള കത്തിയല്ല, എന്ത് ചെയ്യും? എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കത്തിക്ക് അനുസരണയില്ല. ദേ എൻ്റെ കൈ തന്നെ മുറിഞ്ഞിരിക്കുകയാണ് വീട്ടിലെ കത്തി കൊണ്ട്. പറഞ്ഞാൽ കേൾക്കുന്നില്ല. കത്തി എന്ത് ചെയ്യും? കത്തി ഇങ്ങോട്ട് വന്ന് മനുഷ്യനെ കുത്തുക തന്നെത്താനെ വന്നിട്ട്, എന്നിട്ട് അത് ഇന്നയാൾ കുത്തിയതാണെന്ന് പറഞ്ഞിട്ട് കേസെടുക്കുക. ന്യൂനപക്ഷമാണെങ്കിൽ പറയുകയും വേണ്ട. ന്യൂനപക്ഷ വേട്ട പണ്ടൊക്കെ ഈ രാജാക്കന്മാരൊക്കെയാണ് കാട്ടിൽ പോയിട്ട് കാട്ടുമൃഗങ്ങളെയൊക്കെ വേട്ടയാടും. അമ്പും വില്ലും കുന്തം കുടച്ചക്രം ഒക്കെ കൊണ്ട് എറിഞ്ഞും കുത്തിയും ഒക്കെ കൊല്ലുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ അത് പോയിട്ട് പരമസാധുക്കളായ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ നമ്മൾ ഈ ഒരു സാധനമൊക്കെ തപ്പുമല്ലോ പെട്ടിക്കകത്ത്, ഒരു തുണി ഇവിടെ വെച്ച് കാണുന്നില്ല, തെരഞ്ഞ് കിട്ടിയ ഒരു ന്യൂനപക്ഷത്തെ ശിക്ഷിക്കടാ ഇവനെ. അങ്ങനെ തെരഞ്ഞു പിടിച്ച് ന്യൂനപക്ഷങ്ങളെ ശിക്ഷിക്കുന്നു. എറണാകുളത്ത് എത്രയോ മനുഷ്യരുണ്ട്, ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയുടെ പോപ്പുലേഷൻ എത്രയാണ്? 10-14 ലക്ഷമുണ്ട്. അതിൽ നിന്ന് ഈ 5 ന്യൂനപക്ഷക്കാരെയാണോ കോടതിക്ക് കിട്ടിയത്?
മൊത്തം 16 പേരെ പിടിച്ചു പോലീസ്. എനിക്ക് തോന്നുന്നു ഈ 16 പേരും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഫയൽ ചെയ്തിരിക്കുന്ന കേസ് വിചാരണ നിർത്തിവെക്കണം എന്ന് പറഞ്ഞുള്ള കേസാണ്. നിങ്ങൾ ഇതുവരെ ന്യൂനപക്ഷങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? വിചാരണ വേഗത്തിലാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജാമ്യം തരണം എന്ന് പറഞ്ഞ് ഒരു ബഹളം വയ്ക്കുന്നു. അതാണല്ലോ ഒമർ ഖാലിദ്, ഷർജീൽ ഇമാമൊക്കെ ഡൽഹിയിൽ പയറ്റുന്ന തന്ത്രം. 5 വർഷമായി ഞങ്ങൾ ജയിലിൽ കിടക്കുന്നു, ഒന്നുകിൽ വിചാരണ ചെയ്ത് ഞങ്ങളെ ശിക്ഷിക്ക്, അല്ല ഞങ്ങൾ നിരപരാധിയാണ്, ഞങ്ങളെ പുറത്തുവിടാം. ഇങ്ങനെ ഞങ്ങളെ ഇട്ട് നരയിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് അവിടെ ചോദ്യം. ഇവിടെ നേരെ തിരിച്ചാണ്. അവിടെ അത് ചോദിച്ചതിന് കുറ്റം പറയുന്നു. ഇവിടെ പറയുന്നത് ചേട്ടാ വിചാരണ നടത്തണ്ട, ഞങ്ങൾക്ക് ജാമ്യം കിട്ടി, ജാമ്യത്തിൽ ഞങ്ങൾ ജീവിച്ചോളാം, ഇനി വിചാരണയൊന്നും വേണ്ട. മനസ്സിലായോ? ഒരു മനുഷ്യൻ ജാമ്യത്തിലല്ലേ ജീവിക്കുന്നത്, പിന്നെ ഇനിയിപ്പോൾ വിചാരണ നടത്തി ശിക്ഷിക്കുന്നത് എന്തിനാ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവർ ഈ 16 പേര് ഇങ്ങനെ ഈ അക്രമപ്രവൃത്തിയിൽ ഏർപ്പെട്ടു. അത് കൂടാതെ ഒരു 17 9 10 പേര്, അക്യൂസ് നമ്പർ 17 മുതൽ 26 വരെയുള്ളവർ, ഇവർ ഈ കൊലയാളികളെ സംരക്ഷിക്കണമല്ലോ. ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ചുമതലയാണ്. അപ്പം ഇത് കോടതിക്ക് അറിയാമല്ലോ, ഇനി ആരാ പറഞ്ഞു കൊടുക്കാനുള്ളത്? കേരള ഹൈക്കോടതി ഒരു ഭരണഘടനാ കോടതിയല്ലേ? ഇങ്ങനെ ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ അന്ധക്കരണം എന്ന് പറയും. സാധാരണ ഇതിൽ അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി എന്നർത്ഥം. പക്ഷേ ഗ്രാമീണ പ്രയോഗത്തിൽ ചില ഒടുക്കത്തെ പ്രവർത്തിക്കാണ് അന്ധക്കരണമായി പോയില്ലേ? അതുപോലത്തെ അന്ധക്കരണമായി പോയി കേരള ഹൈക്കോടതി ചെയ്തത്. 17 മുതൽ 26 പേര്, അവരുടെ പേരിൽ ചാർജ് ഷീറ്റ് ഇതുവരെ ആയിട്ടില്ല. കാരണം ഇവരെ താമസിപ്പിച്ചു എന്നുള്ള കുറ്റമാണ്. ഹാർബറിങ് ദ ക്രിമിനൽ എന്ന് പറയും. അപ്പോൾ ഹാർബറിങ് ദ ക്രിമിനൽ കുറ്റം ആരുടെയാണ്? താമസിപ്പിച്ചവൻ്റെയാണ് കുറ്റം, താമസിച്ചവന് കുറ്റമില്ല. നിങ്ങളൊരാളെ കുത്തിക്കൊന്നതിന് നിങ്ങളുടെ പേരിൽ കുറ്റമുണ്ട്. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഒളിച്ച് താമസിപ്പിച്ചു, ഞാൻ താമസിപ്പിച്ചു നിങ്ങളെ, അതിന് നിങ്ങൾക്ക് കുറ്റമില്ല, എനിക്കാണ് കുറ്റം. താൻ എന്തിനാണോ ഒളിച്ച് താമസിച്ചത്, അതിനിരിക്കട്ടെ ഒരു 2 വർഷം തടവ് എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു വിധിയില്ല. ഒളിച്ച് താമസിക്കുന്നത് കുറ്റമല്ല, ഒളിച്ച് താമസിപ്പിക്കുന്നതാണ് കുറ്റം, ഹാർബറിങ് ദ ക്രിമിനൽ. അപ്പോൾ പോലീസുകാരെന്ത് ചെയ്തു? ഇവരെ കംപ്ലീറ്റ് പിടിച്ചു കഴിഞ്ഞിട്ടില്ല, ഇൻവെസ്റ്റിഗേഷൻ മുഴുവനായിട്ടില്ല, ചാർജ് ഷീറ്റ് കൊടുത്തില്ല. 17 മുതൽ 26 വരെയുള്ളവർ, 1 മുതൽ 16 വരെയുള്ളവർക്ക് ചാർജ് ഷീറ്റ് കൊടുത്ത് ട്രയൽ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇവർ പറയുന്നത് അവരുടെയും കൂടെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് മതിയല്ലോ ട്രയൽ, എന്തിനാണ് ഇപ്പോൾ ഇത്ര ധൃതി പിടിച്ചിട്ട്? ഇപ്പം ഇതിൽ മറ്റ് സാക്ഷികളുടെ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ പിടിച്ചു നിർത്തിയ ആൾ, ഇത് ഇവരുടെ ഒന്നും പേരില്ല. CW11, CW2, CW3 ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. The 13th accused is alleged to have stabbed CW3 upon his buttocks and threatened the other witnesses by brandishing a knife. ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. കണ്ടുനിന്നവന് തല്ല് കിട്ടിയത്, കണ്ടുനിന്ന് ഓടിപ്പോയവൻ്റെ പുറകിൽ നിന്ന് ബട്ടക്സിൽ കുത്തി എന്നൊക്കെ പറഞ്ഞ് പ്രാണനം കൊണ്ട് ഓടിപ്പോകുമ്പോഴേ ഇരിക്കട്ടറാന്ന് പറഞ്ഞ് പുറകിൽ നിന്നൊരു കുത്ത്, പിന്നെ ഇവന് അനങ്ങാനും നടക്കാനും മേലാതെ ഇങ്ങനെ ആകെ കുഴപ്പത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള തമാശകളും ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല ഈ നർമ്മബോധമുള്ളവരാണ്. നടക്കുന്ന ഒരുത്തിന് പുറകിൽ ബട്ടക്സിൽ കുത്തി കഴിയുമ്പോൾ ഇവൻ്റെ നടപ്പ് വേറൊരു രീതിയിലാകും, ഇല്ലേ? പാര കയറിയിട്ട് ഇങ്ങനെ നടക്കുന്ന പോലത്തെ അങ്ങനത്തെ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് കാഴ്ചക്കാർ കുറവായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവർ പറയുന്നത്, സാർ മറ്റവരുടെയും കൂടെ കേസ് റെഡിയായി കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ശുഭമായി കഴിയുമ്പോൾ നമുക്ക് ട്രയലിലേക്ക് പോകാം. ഇപ്പോൾ ഇത്ര ധൃതി എന്താ ഇതിന് മാത്രം കേസ് വിചാരണ ചെയ്യാൻ? ഞങ്ങൾ ന്യൂനപക്ഷങ്ങളല്ലേ, ഭരണഘടനയുടെ പരിരക്ഷയും സംരക്ഷണവും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടേണ്ട ആൾക്കാരാണ്, അതോ ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ദയവ് ചെയ്ത് ഈ ട്രയൽ തുടങ്ങരുത്, ട്രയൽ നിർത്തിവെക്കാൻ ഉത്തരവാകണം. ഇതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്താ സാറേ, ഈ കേസും ആ കേസും തമ്മിലൊരു ബന്ധമുണ്ട്. പ്രതികൾ ഒരാളെ കുത്തിക്കൊന്നു, അതൊരു കേസ്. ഈ കുത്തിക്കൊന്ന പ്രതികളെ വേറെ ഒരു സെറ്റ് ആൾക്കാർ, 16 പേരുണ്ട് അഭിമന്യുവിനെ കൊന്നത്,
പണ്ട് മഹാഭാരതത്തിൽ അഭിമന്യുവിനെ കൊന്ന എത്ര പേരാ? അഭിമന്യുവിന് ഇതുപോലെ പത്മവ്യൂഹത്തിൽപ്പെട്ട പാർത്ഥാത്മജൻ അഭിമന്യുവിനെ വളഞ്ഞു നിന്നാണ് കൊല്ലുന്നത് മഹാഭാരതത്തിൽ. അവിടെ പക്ഷേ പോലീസും അറസ്റ്റ് ചെയ്തില്ല, കേസും ഇല്ല, സാക്ഷിയില്ല, വിചാരണയില്ല, ഒന്നുമില്ല മഹാഭാരതത്തിൽ. ഭാരതത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമന്യുവിനെ വളഞ്ഞിട്ട് കൊല്ലുന്നതാണ്. ഇവർ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരെ തൂക്കിക്കൊല്ലാൻ പോകുന്നു. ഇവിടെ ഇതെന്ത് പരിപാടി? മഹാഭാരതത്തിൽ പറഞ്ഞ കാര്യമല്ലേ ഇവർ ചെയ്തുള്ളൂ, വേറെ എന്തെങ്കിലും ചെയ്തോ? മഹാഭാരതത്തിൽ ഇതുപോലെ വളഞ്ഞല്ലേ, പത്മവ്യൂഹത്തിൽ അഭിമന്യു അകത്തേക്ക് കയറി പുറത്തിറങ്ങാൻ അറിയാമില്ല, വളഞ്ഞിട്ട് എല്ലാവരും കൂടെ ആക്രമിച്ചു കൊന്നു. ഇത് മഹാഭാരതത്തിൽ. ഇതുപോലെ മഹാരാജാസ് കോളേജിൽ മഹാഭാരതവുമായിട്ട് ഒരു സിനോണിമസ് ആയിട്ടുള്ള മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന് പേരുള്ള ചെറുക്കൻ, മഹാഭാരതത്തിലെ ഏറ്റവും വയസ്സ് കുറഞ്ഞവനായിരുന്നു അഭിമന്യു, 18 വയസ്സോ മറ്റും ഉണ്ടായിരുന്നുള്ളൂ. ഈ അഭിമന്യുവിന് 20 വയസ്സ്, 2 വയസ്സ് കൂടുതൽ പോട്ടെ എന്ന് വയ്ക്കും, അഭിമന്യു ആണല്ലോ എന്താണെങ്കിലും. ഈ അഭിമന്യുവിനെ വളഞ്ഞിട്ട് കൊന്നു കഴിഞ്ഞപ്പോൾ പോലീസ്, പട്ടാളം, ഭൂലോകം മുഴുവൻ ഇളകി വരുന്നു. ഇതെന്തൊരു ന്യായം? അപ്പോൾ സംഗതി എന്താ? മഹാഭാരതത്തിൽ ഹിന്ദുക്കളാണ് ഹിന്ദുവിനെ കൊല്ലുന്നത്, മനസ്സിലായോ? അപ്പോൾ അത് പ്രശ്നമില്ല. ഇവിടെ ന്യൂനപക്ഷങ്ങളാണ് ഹിന്ദുവിനെ കൊന്നത്, അത് പ്രശ്നമില്ല. ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ വേട്ടയാടൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ്, ട്രയൽ നിർത്തിവെക്കണം. ഇതൊരു വലിയ ടെക്നിക്കാണ് കേട്ടോ. നമുക്ക് ജാമ്യം കിട്ടുമ്പോൾ നമ്മൾ ട്രയൽ പിന്നെ പോകാതിരിക്കുക, എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ട് പോവുക. കാരണം ട്രയൽ കഴിഞ്ഞാലേ ശിക്ഷ വരുള്ളൂ. ഇപ്പം തന്നെ 8 വർഷമായി. ഇതിനിടയ്ക്ക് സെഷൻസ് കോടതിയിൽ നിന്ന് ഇതിൻ്റെ റെക്കോർഡ് കാണാതെ പോയി. CPM ഭരിക്കുമ്പോഴാണ് 2018 നമ്മുടെ പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്. റെക്കോർഡ് മുഴുവൻ പോയി. മൊഴികൾ, സാക്ഷിമൊഴികൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, സകലതും കാണാതെ പോയി കോടതിയിൽ നിന്ന്. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഹൈക്കോടതി പറഞ്ഞു, ഇതിൻ്റെയൊക്കെ കോപ്പി എടുക്കുക, സർട്ടിഫൈഡ് കോപ്പി എടുക്കുക, അല്ലാതെ കേസ് ഇതിൽ അല്ലെങ്കിൽ തട്ടിപ്പോവും, ഒറിജിനൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തട്ടിപ്പോവും, കേസ് തോറ്റുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ മോഷണം നടത്തിയത്. നമ്മുടെ നടിയെ ആക്രമിച്ച കേസിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? എന്താ, ആ വീഡിയോ ആരോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്ത് വാങ്ങിക്കോട്ടെ, ആ സാധനം അവിടെ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറോ എന്താ അതിന് പറയുന്ന ആ സാധനമുണ്ട്, മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് കോടതിയിലുണ്ട്. മെമ്മറി കാർഡ് മോഷണം പോയിട്ടില്ല. ഇവിടെ മെമ്മറി കാർഡ് തന്നെ പോയപ്പാ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാക്ഷിമൊഴിയും പണ്ടാരക്കെട്ട് മുഴുവൻ ഫയല് ആരോ എടുത്ത് തീ കത്തിച്ച് കാണും, എന്നിട്ട് കട്ടൻ ചായ തിളപ്പിച്ച് കാണും. അല്ലാതെന്താ? അതെ, എന്നിട്ട് ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്യുക. ഭൂലോക വില്ലാളി വീരന്മാരാണ് SFI. അവരുടെ മെമ്പറെ കൊന്നിട്ട് അവർ നാട് നീളെ കാശ് പിരിച്ച് 4 കോടി രൂപ മറ്റോ പിരിച്ചു. എന്നിട്ട് ആ ചെറുക്കന് ചെറിയൊരു വീടും വെച്ച് കൊടുത്തു, കുറച്ച് പൈസയും കൊടുത്തു. ബാക്കി കാശ് ഇവർ പൂട്ടടിച്ചു. എല്ലാം കൂടെ 50-60 ലക്ഷം രൂപ. ബാക്കി 4 കോടിയിൽ 3 കോടി ചില്ലുവാനും ഇവരുടെ പോക്കറ്റിലേക്കും പോയി. സംഭവം കോംപ്ലിമെൻസ് ആക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കേസൊക്കെ ആർക്കും നോക്കണം. എന്ത് ചെയ്യും ചേട്ടാ, കേസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ. നീ ആ കടലാസും കോപ്പൊക്കെ കോടതിയിൽ നിന്ന് എടുത്ത് കൊടുക്കടാ. കോടതിയിൽ നമ്മുടെ പാർട്ടിക്കാരൻ എപ്പോഴും ഇരിക്കുമല്ലോ. കോടതിയിൽ ബെഞ്ച് ക്ലാർക്ക് ഇതൊക്കെ ഇവർക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു കൊലപാതകമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ ഇത്ര വലിയ കാര്യം? മാത്രമല്ല, ക്യാമ്പസ് ഫ്രണ്ട് കേരളത്തിൽ ഉത്തരോത്തരം പ്രവർത്തിച്ച് വർദ്ധിച്ച് വരണം എന്നാഗ്രഹിക്കുന്നവർ മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് അവർ സഹായിച്ചതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അതിനുശേഷം നമ്മുടെ സ്വരാജിനെ പ്രത്യേകം ഈ കേസ് നോക്കാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് ദൈവാദിനം കൊണ്ട് എന്തായി, 8 വർഷം 8 വർഷം എടുത്തു. ഇപ്പോഴും ട്രയൽ തുടങ്ങിയിട്ടില്ല. ഇപ്പം ട്രയൽ തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അതിന് പാര വയ്ക്കാനായിട്ട് ഹൈക്കോടതി പോയി. ഹൈക്കോടതി വിധി വന്നാലേ പിന്നെ ട്രയൽ തുടങ്ങാൻ പറ്റുള്ളൂ. അതങ്ങനെ കിടന്ന് ഈ പറഞ്ഞ 14-ാം തീയതി ഹൈക്കോടതി വിധി വന്നു. ഹൈക്കോടതി പറഞ്ഞു, ഇതും അതും തമ്മിൽ ബന്ധമൊന്നുമില്ല, ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളെ ഒളിപ്പിച്ച ആൾക്കാരുടെ പേരിലുള്ള കേസാണ്, നിങ്ങളുടെ പേരിലുള്ള കേസല്ല. പിന്നെ നിങ്ങളവിടെ ഒളിച്ച് താമസിച്ചിരുന്നോ പിടിച്ചിരുന്നോ എന്നൊക്കെ അറിയാനായിട്ട് അന്വേഷിക്കാനായിട്ട് നിങ്ങളുടെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ.
അത് വരട്ടെ, അത് നോക്കാം. ഈ കേസിൻ്റെ ട്രയൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് മറ്റേതൊരു തടസ്സമല്ല. അല്ല സാർ, അത് എന്തെങ്കിലും തടസ്സം ഉണ്ടാകും സാർ, ഞങ്ങളെ വെറുതെ വിടണം സാർ. നിങ്ങളെ ഇപ്പോൾ വെറുതെ വിടണമെന്നും തീരുമാനിച്ചിട്ടില്ല, മര്യാദയ്ക്ക് ട്രയൽ ഫേസ് ചെയ്യും എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ഗിരീഷിൻ്റെ വിധി വന്നു. ഈ വിധിയാണ് ഞാൻ പറഞ്ഞത്, ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ ഉപദ്രവിക്കുന്ന കോടതികളുടെ സ്വഭാവം കൂടിക്കൂടി വരുന്നു ഭാരതത്തിൽ. അത് ചീഫ് ജസ്റ്റിസുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ജഡ്ജിമാർക്കും നിർദ്ദേശം കൊടുക്കണം. ന്യൂനപക്ഷങ്ങൾ നിവൃത്തിയുണ്ടെങ്കിൽ, കൊലപാതകം ആണെങ്കിൽ പോലും സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടാം. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പദവിയുള്ളതാണ്, ഭരണഘടനയിലുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 29, 30 വായിച്ചു നോക്ക്, പ്രത്യേക പദവിയാണ്. ന്യൂനപക്ഷ പദവി കൊടുത്തുകൊണ്ട് അവരെ കൊലപാതക കേസാണെങ്കിൽ പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ടതാണ്. കൂടുതൽ ശല്യമൊന്നും ചെയ്യരുത്, ട്രയലൊന്നും വേണമെന്നില്ല. കുറച്ച് ദിവസം ഈ ചോദ്യമൊക്കെ ചെയ്ത് വിവരങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു കടലാസിൽ കുറിച്ചെടുക്കുക, മതി, കഴിഞ്ഞു. പിന്നെ മരിച്ചുപോയ ആൾ, അയാൾക്കെന്തെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ 10, 20, 50 ലക്ഷം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. അത് ഈ പബ്ലിക് പിരിവെടുത്ത് കൊടുക്കണം, ഖജനാവിലെ കാശെടുത്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻ. ഇങ്ങനെയാണ് ഈ വിധികളൊക്കെ വരേണ്ടത്. ഇപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ന്യൂനപക്ഷങ്ങൾ ചോദിക്കുന്നു, ട്രയൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കോടതി എന്താ ചെയ്യേണ്ടത്? ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞാൽ അപ്പം തന്നെ കേൾക്കണം, വേണ്ടേ? അതാണ് അതിൻ്റെ മതേതര മൂല്യം. അല്ലെങ്കിൽ ഭരണഘടനയാണ് തകരുന്നത്. ഇത് ഹൈക്കോടതിക്ക് മനസ്സിലായില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണെന്ന് പറയാതിരിക്കാൻ ഒട്ടും വയ്യ. ഒരു നിവൃത്തിയുണ്ട് ഞാൻ പറയാതിരുന്നതിന്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതികളോടും വീണ് കേണ് അപേക്ഷിക്കുകയാണ്, ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം. അവരെന്ത് ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നോ അത് യെസ് പറഞ്ഞ് മുദ്ര വെച്ച് തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ കോടതികൾക്ക് വേറെ മാർഗമില്ല. ഭരണഘടനാ മൂല്യങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഭരണഘടന തലയിൽ വീട് കഴിഞ്ഞാൽ അതിന് ഇച്ചിരി വെയിറ്റൊക്കെ ഉള്ളതാണ്, തലയ്ക്ക് സാരമായ പരിക്ക് പറ്റും എന്ന് ജഡ്ജിമാരെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിച്ച് പോവുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.